ആര്യനോടും അക്ബറോടും നെവിനോടും ബിഗ് ബോസ് അവർ തെറ്റ് ചെയ്താലും ഒന്നും പറയില്ല. കാരണം എന്താണെന്ന് അറിയാം. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. ആര്യൻ, അക്ബർ, നെവിൻ, ഈ 3 പേരും അവിടെ എന്ത് തെറ്റ് ചെയ്താലും ബിഗ് ബോസോ ലാലേട്ടനോ ഒന്നും പറയില്ല. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബിഗ് ബോസിന് ഈ 3 മത്സരാർത്ഥികളും ചെറിയൊരു ഫേവറിസം ഉണ്ട്. അത് അവിടെയുള്ള അനുമോളും ആദിലയും നൂറയും പലപ്പോഴായി തുറന്നു കാണിക്കുന്നത്. അവർ നേരിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ആരും അവിടെ കിടന്ന് ഉറങ്ങിയാൽ ബിഗ് ബോസ് ഒന്നും മിണ്ടത്തില്ല. അതുപോലെ നെവിൻ അവിടെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താലും ബിഗ് ബോസ് മിണ്ടത്തില്ല. അക്ബർ ആരെങ്കിലും ചീത്ത വിളിക്കുകയോ അല്ലെ മോശമായി സംസാരിക്കുകയോ ആരെങ്കിലും കൈകാര്യം ചെയ്താലും ബിഗ് ബോസ് ഒരു അക്ഷരം മിണ്ടത്തില്ല. കഴിഞ്ഞ ദിവസം ടാസ്കിനിടയ്ക്ക് അനുമോളെ തലക്കിട്ട് അടിക്കുകയും പിന്നെ അനീഷിനെ തലക്കിട്ട് അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഈ ഒരു സംഭവം വേറെ തിരിച്ചാണെങ്കിൽ ലാലേട്ടൻ വന്ന് ചോദ്യം ചെയ്യും. അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്നിരുന്നാലും നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്, ഈ ബിഗ് ബോസ് ഫേവറിസം കാണിക്കുന്ന മത്സരാർത്ഥികളൊക്കെ പുറത്ത് നെഗറ്റീവായിരിക്കും. നമ്മുടെ സീസൺ 2 മത്സരാർത്ഥികളായ നമ്മുടെ ബെഡായി ആരിയൊക്കെ ഉണ്ടായ സമയത്ത് രജിത് സാറിനോട് ബെഡായി ആരിയും മഞ്ജു ഒക്കെ കാട്ടിക്കൂട്ടിയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം പുറത്ത് രജിത് സാർ ഹീറോയായി എന്ന് പറഞ്ഞാലാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിലെ അവസ്ഥ. ഈ ഒരു മത്സരാർത്ഥികളോട് മാത്രം ബിഗ് ബോസിന് ഭയങ്കര സ്നേഹം. അവരെന്ത് തെറ്റ് ചെയ്താലും അത് മറച്ചു വെക്കുകയും മറ്റുള്ള മത്സരാർത്ഥികൾ ചെറിയ ചെറിയ തെറ്റുകൾ വരെ, പ്രത്യേകിച്ച് അനുഭവം, അത് ലാലേട്ടനെ കൊണ്ട് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു മത്സരാർത്ഥികൾക്ക് അവിടെ പ്രത്യേക എന്തോ കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ക്യാപ്റ്റൻസി ടാസ്ക്, ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ ഈ 3 മത്സരാർത്ഥികളെ യാതൊരു ഇതും ഇല്ലാതെ ജയിപ്പിക്കുകയാണ്. ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കുക ഒന്നും ചെയ്യാതെ ഇവരെ 3 പേരെയും ജയിപ്പിച്ചു, ക്യാപ്റ്റനാക്കി. 3 പേരെയും ക്യാപ്റ്റനാക്കി. ഈ 3 പേരെ ക്യാപ്റ്റനാക്കിയത് അത് ബിഗ് ബോസിന്റെ തന്ത്രം തന്നെയാണ്. ഇത് 3 പേരും ബിഗ് ബോസിന്റെ കണ്ണിലുണ്ണികളാണ്. നമ്മൾ ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല, ആഹാരം കഴിക്കുന്ന ആളുകൾ ആണ്. ഇപ്പം ഞാൻ തന്നെ പറയുന്ന ഇതല്ല, നിങ്ങൾ ഓരോരുത്തരും എനിക്കിടുന്ന കമൻറ്റുകൾ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ആൻസറായിട്ട് പറയുന്നത്. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ വളരെ മോശം. ബിഗ് ബോസിന് ഫേവറിസം പാടില്ല. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അത് സത്യസന്ധമായി നടത്തേണ്ടതാണ്. അല്ലാതെ ചില മത്സരാർത്ഥികളുടെ ഇഷ്ടവും ചില മത്സരാർത്ഥികളുടെ ദേഷ്യവും ചില മത്സര വൈരാഗ്യം കാണിക്കും. ബിഗ് ബോസിൻ്റെ ഈ മാതിരി തെണ്ടിത്തരം ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.